ഹായ് ഹായ് ഫ്രണ്ട്സ്. പിന്നെ ഞാൻ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും എൻ്റേതായ ഒരു ബിഗ് ഹായ്. പിന്നെ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ കുഞ്ചോ കോവൻ, പിന്നെ ഉണ്ണി മുന്തൻ, പിന്നെ പൃഥ്വിരാജ്, പിന്നെ അങ്ങനെ എനിക്കിഷ്ടമുള്ള ഗണപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേര് വ്യക്തമായി അറിയില്ല. പിന്നെ വേറെ എന്താണ് കുറേ ആർട്ടിസ്റ്റുകൾക്ക്, പിന്നെ എൻ്റെ ഗോകുലേട്ടനും. പിന്നെ പെട്ടെന്ന് ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിമുന്തേട്ടൻ്റെ പേര് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്ര അടുത്തുണ്ടായിട്ട് ഒരു ഹായ് കാണിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്ര അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലോമീറ്റേഴ്സ് തന്നെയാണ്. അപ്പം എന്നാൽ യൂട്യൂബ് ചാനൽ ഞാൻ ഇപ്പോൾ പറയാൻ വന്നിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഒരു സെൽഫ് ഇൻട്രോ കൊടുക്കാനാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ മെയിൻ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിം വിത്ത് സ്പോർട്സ്. അപ്പോൾ ഫിലിം വിത്ത് സ്പോർട്സിന് എന്താണ് സെൽഫ് ഇൻട്രോ കൊടുക്കാൻ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനിപ്പോൾ ഫിലിമിലേക്ക് ഫിലിമിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂ വെർഷനായിട്ട് വരികയല്ല. ന്യൂ വെർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു ആക്ടറായിട്ട് വരികയല്ല. ഞാൻ ഓൾറെഡി ക്യാരക്ടറാണ്. അപ്പോൾ എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൽഫ് ഇൻട്രോൻ്റെ ആവശ്യമില്ല. എന്നെ സംബന്ധിച്ചോളം ഞാൻ എന്ന പേഴ്സണ് ഒരു സെൽഫ് ഇൻട്രോൻ്റെ ആവശ്യമില്ല. പക്ഷെ എന്നാലും ഇപ്പോൾ വീഡിയോ കാണുന്നവർക്ക് വ്യക്തമായി മനസ്സിലാവില്ല. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സെൽഫ് ഇൻട്രോ കൊടുത്തിട്ട് ഒരു പുതിയൊരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് വരേണ്ട ആവശ്യമില്ല. എനിക്ക് ഓൾറെഡി ബാക്ക്ഗ്രൗണ്ട് കപ്പാസിറ്റിയും ബാക്ക്ഗ്രൗണ്ട് പവറും അതേമാതിരി ബാക്ക്ഗ്രൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്തതിന് ശേഷമാണ് ഞാൻ ഫിലിമിലേക്ക് വരുന്നത്. കാരണം ഈ ഫിലിമും സ്പോർട്സും ഇന്ത്യയിലും പിന്നെ വേൾഡിലും ആ ഒരു ലെവലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഓൾറൗണ്ട് ഫുള്ള് ഇൻകം റോളിങ്ങിൽ 50% ഓഫ് RBIൻ്റെ കറൻസി റോളിങ് ചെയ്തിരിക്കുന്ന ഹ്യൂമൻ റിസോഴ്സ് ഓഫ് സ്റ്റോറിയിൽ മെയിൻ ക്യാരക്ടർ ഞാനാണ്. എൻ്റെ ക്യാരക്ടർ വെച്ചിട്ടാണ് ഇപ്പോൾ RBIൻ്റെ മെയിൻ 50% ഓഫ് കറൻസി റോളിങ് ചെയ്തിട്ട് പല പ്രൊഡക്ഷൻ കമ്പനികളും സേവ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ഈ പ്രൊഡക്ഷൻ കമ്പനികൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഇൻകവും അതിൻ്റെ പ്രോഫിറ്റും അതിൻ്റെ ഓണർഷിപ്പിൻ്റെ അവകാശം എനിക്കുണ്ട്. അതിനിപ്പോൾ നമ്മുടെ രാജമൗലി സാർക്ക് അറിയാം, അങ്ങനെയുള്ള മെയിനായിട്ടുള്ള പ്രൊഡ്യൂസേഴ്സിനെ അറിയാം. അപ്പോൾ അവർ എടുത്തിരിക്കുന്ന ക്യാരക്ടറിൻ്റെ മെയിനായിട്ടുള്ള ബോൾഡായിട്ടുള്ള പവർ തന്നെയാണ് ഇതിൻ്റെ ഫിലിമിൻ്റെ വിജയവും. പിന്നെ അവരുടേതായ കുറേ ഹാർഡ് വർക്കിംഗ് കൂടി ഉണ്ട്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഹാർഡ് വർക്കിങ്ങിൻ്റെ വിജയം കൂടിയാണ് ഫിലിമിൻ്റെ ഒക്കെ വിജയം. അതേമാതിരിയാണ് സ്പോർട്സിൽ എന്താ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുറേ ടൈമിങ് ഉണ്ടായിരുന്നല്ലോ നമ്മൾക്ക് പല കാര്യങ്ങളും അതിജീവിക്കാനുള്ളൊരു അത് പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണ ടൈമിൽ എല്ലാവരും ഒരു അടച്ചുമൂടിയ ഒരു അവസ്ഥ. കാരണം പീപ്പിൾസിനൊന്നും അതിൻ്റെതായ കുറേ റെഗുലറായിട്ടുള്ള ആക്ടിവിറ്റി എല്ലാം ബ്ലോക്ക് ചെയ്ത സമയത്ത് ഇതെല്ലാം റീക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആയിട്ട് ഒന്നുകൂടി ഓപ്പൺ ചെയ്യാനുള്ള മെയിനായിട്ടുള്ള ഫോക്കസ്നെസ് എല്ലാവിടേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനുള്ള കാരണം ഞാനാണ്. അതിന് ഞാൻ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ബാക്കിൽ എൻ്റെ മൈൻഡ് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ബ്രെയിൻ പവറും പിന്നെ എൻ്റെ ലൈഫ് ടൈമുമാണ് ഞാൻ ഫിലിമിന് സ്പോർട്സിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുക. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ജോൺസീന വരെ, അമേരിക്കയിൽ നിന്ന് വരെ ജോൺസീന ഇപ്പോൾ ചെന്നൈയിൽ കാർത്തിക് സാറിന് കാണാൻ വന്നു. കാർത്തിക് സാറാണെങ്കിൽ സൂര്യ സാറുമായിട്ട് കണക്റ്റിങ് ചെയ്ത കാരണമാണ് കാർത്തിക് സാറിനെ ഡയറക്റ്റ് കാണാൻ വന്നത്. അതേമാതിരി ക്രിസ്ത്യാനോ റൊണാൾഡോ